നടുക്കിയ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട് വിചാരണ കോടതി. 8ാം പ്രതിയായിരുന്ന ദിലീപിനെതിരെ ഗൂഢാലോചനാ കുറ്റം തെളിയിക്കാനായില്ല. തെളിവ് നശിപ്പിക്കൽ കുറ്റവും നിലനിൽക്കില്ലെന്ന് കോടതി. വിധി പ്രസ്താവിച്ചത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ്. അനുകൂല വിധിക്ക് തൊട്ടുപിന്നാലെ മഞ്ജു വാര്യർക്കെതിരെ തിരിഞ്ഞ ദിലീപ്. തനിക്കെതിരെ നീക്കം തുടങ്ങിയത് ഗൂഢാലോചനാവാദം മഞ്ജു വാര്യർ ഉന്നയിച്ചതിന് പിന്നാലെ പിന്നിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും ചില മാധ്യമങ്ങളും. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. പോലീസ് കെട്ടിപ്പൊക്കിയ കള്ളക്കഥ കോടതിയിൽ പൊളിഞ്ഞെന്നും ദിലീപ്. കേസിൽ പ്രതി ചേർത്തതിന് മുൻ DGP ബി സന്ധ്യയെ കടന്നാക്രമിച്ച് ദിലീപും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയും. ബി സന്ധ്യയുടെ ഗൂഢാലോചന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയെന്ന് രാമൻപിള്ള. കേസിനൊപ്പം നിലകൊണ്ടത് കള്ളത്തെളിവുകൾ എന്ന് ബോധ്യമുള്ളതുകൊണ്ട്. അതുപോലെ ഒരു തെളിവ് സത്യമായിട്ട് തെളിവില്ലാത്ത കണ്ടിട്ടുമില്ല. ഒരു കള്ളക്കേസ്. വിധിക്ക് പിന്നാലെ രാമൻപിള്ളയെ വീട്ടിലെത്തി സന്ദർശിച്ച് കാൽ തൊട്ട് വന്ദിച്ച് ദിലീപ്. നടിയാക്രമിച്ച കേസിൽ 1ാം പ്രതി പൾസർ സുനി അടക്കം 6 പ്രതികൾ കുറ്റക്കാർ. ബലാത്സംഗം അടക്കം എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്ന് കോടതി. തെളിവില്ലെന്ന് കണ്ട് വെറുതെ വിട്ടത് ദിലീപ് അടക്കം 4 പ്രതികളെ. ശിക്ഷാവിധിയിൽ വാദം വെള്ളിയാഴ്ച. അതിജീവിതയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് സിനിമാ രംഗത്തെ സ്ത്രീ കൂട്ടായ്മയായ WCC. വലിയ നിരാശയുണ്ട്. നിരാശ ഈ കോടതി വിധി കൊണ്ടല്ല, ഇത്തരം കേസുകൾക്ക് എല്ലാം ഒരേ പാറ്റേൺ തന്നെ ആവർത്തിക്കുന്നത് കാണുമ്പോൾ വലിയ നിരാശയുണ്ട്. ഇതെന്ത് നീതി എന്ന ചോദ്യവുമായി പാർവതി തിരുവോത്ത്. അവൾക്കൊപ്പം എന്ന ബാനറിന്റെ ചിത്രവുമായി റിമ കല്ലിങ്കലും രമ്യ നമ്പീശനും. സത്യമേവ ജയതേ എന്ന ദിലീപിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് നാദിർഷ. വ്യക്തിപരമായ സന്തോഷമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ. കോടതി വെറുതെ വിട്ടതോടെ ദിലീപിനെ തിരിച്ചെടുക്കാൻ ഒരുങ്ങി സിനിമാ സംഘടനകൾ. അംഗത്വം പുനഃസ്ഥാപിക്കുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെന്ന് ഫെഫ്ക. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേർന്ന അമ്മ. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ സർക്കാർ. നടിക്ക് പൂർണ്ണ നീതി കിട്ടിയിട്ടില്ലെന്ന് നിയമമന്ത്രി P. രാജീവ്. ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. അതിജീവിതയ്ക്കൊപ്പമെന്ന് വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാരുടെ FB പോസ്റ്റ്. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും പരാജയമെന്ന് KPCC പ്രസിഡന്റ്. നീതി ലഭിച്ചില്ലെന്ന് KK രമ. മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് K. അജിത. നടിയാക്രമിച്ച കേസിൽ വന്നത് അന്തിമ വിധിയല്ലെന്ന് മുൻ DGP ബി സന്ധ്യ. മേൽക്കോടതിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അന്തിമ വിധി വരും വരെ ഇരയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും ബി സന്ധ്യ. കൂറുമാറ്റം കേസിനെ ബാധിച്ചിട്ടില്ലെന്ന് ആദ്യ പ്രോസിക്യൂട്ടർ A. സുരേശൻ. രണ്ടാം ബലാത്സംഗ കേസിലും അന്വേഷണ സംഘത്തിന് നേരിട്ട് മൊഴി നൽകി അതിജീവിത. 2ാം കേസിലെ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. വിധി വരുന്നതുവരെ കടുത്ത നടപടി പാടില്ലെന്ന് കോടതി. ആദ്യ കേസിലെ രാഹുലിനെതിരായ കൂടുതൽ തെളിവുകൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ SIT. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് 2ാം കേസിലെ അതിജീവിത നേരിട്ടത് അതിക്രൂര പീഡനം. പ്രതി ശരീരമാകെ മുറിവേൽപ്പിച്ചെന്ന് പെൺകുട്ടി. ആക്രമിച്ചത് I want to rape you എന്ന് പറഞ്ഞുകൊണ്ട്. പാനിക് അറ്റാക്കും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടിട്ടും ലൈംഗിക അതിക്രമം തുടർന്നു. കേസുമായി മുന്നോട്ടു പോകാൻ ഭയമുണ്ടെന്നും യുവതി. തദ്ദേശ പോരിന്റെ ആദ്യഘട്ട വിധിയെഴുത്തിന് ഒരുങ്ങി കേരളം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിനം. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ഒരുക്കങ്ങൾ പൂർണ്ണം.
പ്രമുഖ സംവിധായകനെതിരെ പരാതിയുമായി വനിതാ ചലച്ചിത്ര പ്രവർത്തക. IFFK സ്ക്രീനിംഗിനിടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പരാതി. ഹോട്ടലിൽ വെച്ച് അപമര്യാദയായി പെരുമാറി. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തയച്ചു ചലച്ചിത്ര പ്രവർത്തക. വിവരം തേടി പോലീസ്. ആലപ്പുഴ മാവേലിക്കരയിൽ അരും കൊല. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് അമ്മയെ മകൻ മർദ്ദിച്ചു കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് പുതുച്ചിറ സ്വദേശി കനകമ്മ. ഏക മകൻ കൃഷ്ണദാസ് കസ്റ്റഡിയിൽ. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ കേസിൽ ഡോക്ടർ CN വിജയകുമാരിക്ക് ജാമ്യം. സമാന സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് നെടുമങ്ങാട് SC/ST കോടതി. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നും നിർദ്ദേശം. 3 ഞായറാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകണം. പാർലമെന്റിലെ വന്ദേമാതരം ചർച്ചയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി. നെഹ്റു വന്ദേമാതരത്തെ എതിർത്തത് മുഹമ്മദ് അലി ജിന്ന വിയോജിച്ചതോടെയെന്ന ആരോപണം. ദേശഭക്തി ഗാനത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തെന്നും മോദി. ബംഗാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന് പ്രിയങ്ക ഗാന്ധി. യാത്രക്കാരെ പെരുവഴിയിലാക്കിയ ഇൻഡിഗോ പ്രതിസന്ധിയിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ. ആസൂത്രണത്തിലെ പാളിച്ചയാണ് തിരിച്ചടിയായതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി. വീഴ്ചയിൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി രാജ്യസഭയിൽ. ഇന്നും 400ഓളം സർവീസുകൾ റദ്ദാക്കി. നൈജീരിയയിലെ സ്കൂളിൽ നിന്ന് സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ 100 കുട്ടികളെ മോചിപ്പിച്ചു. തലസ്ഥാനമായ അബുജയിൽ എത്തിച്ച കുട്ടികളെ പ്രാദേശിക അധികാരികൾക്ക് കൈമാറിയെന്ന് റിപ്പോർട്ട്. അവശേഷിക്കുന്ന 165 കുട്ടികളുടെയും സ്കൂൾ ജീവനക്കാരുടെയും കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. ഗാസ സമാധാന കരാറിൽ ട്രംപുമായി തുടർ ചർച്ച നടത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഈ മാസം അവസാനത്തോടെ കൂടിക്കാഴ്ച. 2ാം ഘട്ടം ഗാസയിലെ ഹമാസ് വാഴ്ച അവസാനിപ്പിച്ച് സമാധാനം സ്ഥാപിക്കാനെന്നും നെതന്യാഹു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ സമാധാന പദ്ധതി അംഗീകരിക്കാൻ സെലൻസ്കി തയ്യാറാകുന്നില്ലെന്ന് വിമർശനം. റഷ്യ അനുകൂല നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷയെന്നും ട്രംപ്. മെക്സിക്കോയിൽ പോലീസ് ആസ്ഥാനത്തിന് പുറത്ത് ഉഗ്രസ്ഫോടനം. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. കാർ ബോംബ് സ്ഫോടനമുണ്ടായത് തീരദേശ നഗരമായ ക്വാവിൽ. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ സംഘർഷം രൂക്ഷം. കംബോഡിയയ്ക്ക് നേരെ വ്യോമാക്രമണം അഴിച്ചുവിട്ട് തായ്ലൻഡ്. പ്രത്യാക്രമണത്തിൽ തായ് സൈനികർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റെന്നും ആരോപണം. അതിർത്തിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് ഇരു രാജ്യങ്ങളും. ഗാസ സമാധാന കരാർ 2ാം ഘട്ടത്തിലേക്ക് നീങ്ങവേ ആയുധം താഴെ വയ്ക്കാൻ തയ്യാറെന്ന് പ്രഖ്യാപിച്ച് ഹമാസ്. ദീർഘകാല വെടിനിർത്തൽ കരാർ വേണമെന്ന ആവശ്യം. സമ്പൂർണ്ണ നിരായുധീകരണം ഉദ്ദേശിക്കുന്നില്ല എന്നും ഹമാസ് വക്താവ്. ഗാസയിൽ അന്താരാഷ്ട്ര സേനയ്ക്ക് സുരക്ഷാ ചുമതല നൽകുന്നതിനോട് എതിർപ്പ്. മുപ്പതാമത് IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വിഖ്യാത ആഫ്രിക്കൻ സംവിധായകൻ അബ്ദർ റഹ്മാൻ സിസാക്കോയ്ക്ക് 10 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സമ്മാനിക്കും. അബ്ദറിന്റേത് പാശ്ചാത്യ ആഫ്രിക്കൻ സംസ്കാരങ്ങൾ പ്രമേയമായ ചിത്രങ്ങൾ. 2.5 പതിറ്റാണ്ടിന് ശേഷം തിയേറ്ററുകൾ ഇളക്കി മറിക്കാൻ രജനീകാന്ത് ചിത്രം പടയപ്പ എത്തുന്നു. റീ റിലീസ് രജനിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഡിസംബർ 12-ന്. റിട്ടേൺ ഓഫ് പടയപ്പ എന്ന പേരിൽ വീഡിയോ പങ്കുവച്ച് സൗന്ദര്യ രജനീകാന്ത്. മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റിൽ നോക്കൌട്ടിലെത്താതെ കേരളം പുറത്ത്. അസമിനോട് തോറ്റത് 5 വിക്കറ്റിന്. 7 മത്സരങ്ങളിൽ കേരളത്തിന് 4 തോൽവി. ക്വാർട്ടർ പോരാട്ടങ്ങൾ വെള്ളിയാഴ്ച മുതൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയ വഴി തേടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നിറങ്ങും. വോൾസിന് എതിരായ മത്സരം രാത്രി 1:30. വോൾസിന്റെ ലക്ഷ്യം സീസണിലെ ആദ്യ ജയം. ജയത്തോടെ ആദ്യ 10-ലെത്താൻ യുണൈറ്റഡ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കം. കട്ടക്കിൽ പരിശീലനം തുടങ്ങി ടീമുകൾ. ഗിൽ കളിച്ചില്ലെങ്കിൽ സഞ്ജു ഓപ്പണറാകാൻ സാധ്യത. പരമ്പരയിലെ ആദ്യ മത്സരം നാളെ വൈകിട്ട് 7-ന്.